ഇന്ന് ആഗസ്റ്റ് 14 ഇന്ത്യ വിഭജനത്തിൻ്റെ ഭീകരതയുടെ ഓർമ്മ ദിനം. ഈ ദിനം ഇന്ത്യ മുഴുവൻ ആചരിക്കുമ്പോൾ കേരളത്തിൽ അത് വിവാദമാവുകയാണ്. ഈ വിവാദത്തിനിടയിൽ എല്ലാവരും ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം: RSSന് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടോ? RSS നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇവർ ഇതൊക്കെ ഇപ്പോൾ ആചരിക്കുന്നത്? പലപ്പോഴും പലരും ഈ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇതിൽ എന്താണ് മറുപടിയെന്ന് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വിഭജനത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ RSSൻ്റെ സ്ഥാപകനും RSSകാർക്കുമുള്ള പങ്കെന്താണ് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറാണ് 1925 RSS എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരവധി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, പോരാട്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 1919 അമൃത്സർ കോൺഗ്രസ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഹിന്ദുസ്ഥാൻ സേവാദളിൻ്റെ നേതാവാണ്. എന്ന് പറഞ്ഞാൽ സേവാദൾ എന്ന വിഭാഗം, സേവന വിഭാഗം കോൺഗ്രസ്സിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ ചെയ്യുന്ന ആ സമയത്ത് 1500ഓളം സേവാദൾ വോളണ്ടറിയന്മാരെ സംഘടിപ്പിക്കുകയും അവർക്ക് പരിശീലനം കൊടുക്കുകയും അവരുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് അമൃത്സർ കോൺഗ്രസ് സമ്മേളനം, AICC സമ്മേളനം സുഗമമായി നടത്തുന്നതിൽ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ ഉചിതമായ നല്ല ഒരു പങ്കാണ് വഹിച്ചത്. അതിനെ തുടർന്ന് 1921 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമരരംഗത്ത് വരികയുണ്ടായി. ഈ സമയത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ സെൻട്രൽ ഇന്ത്യ പ്രൊവിൻസിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ മധ്യഭാരതത്തിൻ്റെ പ്രൊവിൻസിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ 1921 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 1921 ഓഗസ്റ്റ് മാസം 19 തീയതി അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1922 ജൂലൈ 12 വരെ അദ്ദേഹം ജയിലിൽ കിടന്നു. 1922 ജൂലൈ 12 അദ്ദേഹം ജയിൽ മോചിതനായി പുറത്തു വന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്വീകരണ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. ആ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയും അധ്യക്ഷത വഹിക്കാൻ വേണ്ടിയും എത്തിയത് സാക്ഷാൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവായ മോട്ടിലാൽ നെഹ്റു ആയിരുന്നു. ഒപ്പം തന്നെ ഹക്കീം അജ്മൽ ഖാൻ, വിഠൽ ഭായ് പട്ടേൽ, ഡോക്ടർ MA അൻസാരി, C രാജഗോപാലാചാരി എന്നിങ്ങനെ രാജ്യത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ആ സ്വീകരണ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. അതിനുശേഷം 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ അദ്ദേഹം വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജൂലൈ 25 അറസ്റ്റ് ചെയ്ത് അടുത്ത വർഷം, അതായത് 1931 ഫെബ്രുവരി 14 വരെ അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചു. അദ്ദേഹമാണ് പിന്നീട് 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന RSS സ്ഥാപിക്കുന്നത്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയോ അതിൽ ചേരുകയോ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള ഒരു രീതി സ്വാതന്ത്ര്യത്തിന് വേണ്ടി കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള EMS നമ്പൂതിരിപ്പാടും AK ഗോപാലനും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആദ്യം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സമരങ്ങളിൽ പങ്കെടുത്തത്. പിന്നീടാണ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും അതിലേക്ക് മാറുകയും ചെയ്തത്. ഇങ്ങനെയാണ് ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള നിരവധി ആൾക്കാർ ആദ്യകാലത്ത് പ്രവർത്തിച്ചത്. അംബേദ്കറും അതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസും എല്ലാവരും തന്നെ ആദ്യം ഇന്ത്യയുടെ പൊതു സ്വാതന്ത്ര്യ സമര മേഖലയിലെ ജനകീയ മുന്നേറ്റമായി രൂപപ്പെട്ടു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിൻ്റെ 140 വർഷത്തെ ചരിത്രവും പാരമ്പര്യവും അഭിമാനവുമാണ്. അങ്ങനെയെങ്കിൽ ആ അഭിമാനത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമായി അവർ RSS സ്ഥാപകനായ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിനെ ഉൾപ്പെടുത്തണം, കമ്മ്യൂണിസ്റ്റുകാരായ EMSനെയും AKG ഉൾപ്പെടുത്തണം,
കോൺഗ്രസിനെതിരായി നിന്ന, പിൽക്കാലത്ത് കോൺഗ്രസിനെ ശക്തമായി എതിർത്ത VR അംബേദ്കറെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇവരൊക്കെ ഒരു കാലത്ത് കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ളതുകൊണ്ട് അവരൊന്നും പിന്നീട് മറ്റൊരു പാത സ്വീകരിച്ചില്ല എന്നോ മറ്റൊരു പാതയിൽ വന്നതിന് ശേഷം രാജ്യത്തിന് അനുകൂലമായി നിന്നില്ല എന്നും അർത്ഥം വരുന്നില്ല. പക്ഷേ ചോദ്യം ചോദിക്കുന്നവർ നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അവരെല്ലാം കോൺഗ്രസ്സിലായിരുന്നു, കോൺഗ്രസിൻ്റെ ചുമതലകൾ വഹിച്ചിരുന്നു. അതിനുശേഷം അവർ സ്വന്തമായ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ഈ രാജ്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഇനി അതിനുശേഷം RSS ഉണ്ടായി. RSS ഉണ്ടായതിനു ശേഷം കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒളിവിൽ കഴിഞ്ഞിരുന്നത് പലപ്പോഴും RSS നേതാക്കളുടെ വീടുകളിലായിരുന്നു. രാജ്യം അറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി എന്നിവർ ഒളിവിൽ താമസിച്ചിരുന്നത് RSSൻ്റെ ഡൽഹി സംഘചാലകായിരുന്ന ഹൻസ് രാജ് ഗുപ്തയുടെ വീട്ടിലായിരുന്നു. അച്യുത് പട്വർദ്ധൻ, സാനെ ഗുരുജി തുടങ്ങിയവർ പൂനെയിലെ സംഘചാലകായിരുന്ന ബാബു സാഹേബ് ദേശ്മുഖിൻ്റെ വീട്ടിലായിരുന്നു ഒളിച്ചു താമസിച്ചിരുന്നത്. ഇതൊക്കെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകളാണ്. മാത്രമല്ല RSS സ്വയംസേവകർ, അതായത് RSS ഉണ്ടായിക്കഴിഞ്ഞ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി വെടിയേറ്റു മരിച്ച നിരവധി ആൾക്കാരുണ്ട്. അതിൽ ചിലരെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടയിൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ട അഹമ്മദാബാദ് സ്വദേശിയായിട്ടുള്ള ഒരു സ്വയംസേവകനാണ് ഉമാകാന്ത് കാദിയ. റെയിൽവേ തടസ്സപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ സിന്ധ് പ്രദേശത്തുള്ള ഒരു സ്വയംസേവകനായ ഹേമു കല്യാണി 19ാമത്തെ വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് വെടിവെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. ചിമൂർ അഷ്ടി എന്ന് പറയുന്ന ഒരു യുവാവ് ദേശീയ പതാക ഉയർത്തി എന്ന കുറ്റത്തിന് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടയിൽ പോലീസ് വെടിവെച്ച് കൊന്നു. ഇതൊക്കെ അറിയപ്പെടുന്ന RSS സ്വയംസേവകരാണ്. അപ്പോൾ RSS ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരരംഗത്ത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കൃത്യമായ മറുപടിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇതുകൂടാതെ നിരവധി പേർ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവരാരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നത് ചരിത്ര നിഷേധമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച EMS നമ്പൂതിരിപ്പാട്, AKG പോലെയുള്ള നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഒരു കാലത്ത് കോൺഗ്രസ്സിലുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അവർ കോൺഗ്രസ്സുകാരാണെന്ന് നമ്മൾ പറയുന്നില്ല. ഒരു കാലത്ത് കോൺഗ്രസ്സിലുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് RSSകാരെല്ലാം കോൺഗ്രസ്സുകാരാണ് എന്ന് പറയാൻ വേണ്ടിയുമല്ല ഞാനിത് സൂചിപ്പിച്ചത്. ഇന്ത്യയുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ചികഞ്ഞ് പരിശോധിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളെയൊക്കെ തമസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാർ മാത്രമാണ് എല്ലാം ചെയ്തത് എന്നുള്ള അവകാശവാദത്തിൻ്റെ പൊള്ളത്തരം ജനങ്ങൾ അറിയണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ വസ്തുതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കാരണം.